നമസ്തേ. ഓം ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവീർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിനാ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ. പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇവിടെ പ്രതിപാദിച്ചു കൊണ്ടിരുന്ന വിഷയം തമോ ഗുണമാണ്. അതിലെ ആഹാരത്തെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിലുണ്ടായിരുന്നത്. ഇതിലെ ഭാരതീയരായിട്ടുള്ള ഋഷിപോക്തമായ ഒരു ശ്ലോകമാണ്, ഭഗവത്ഗീതയിൽ നിന്നുള്ള ഒരു ശ്ലോകമാണ് ഞാനിപ്പോൾ ചൊല്ലിയത്. അതിൻ്റെ അർത്ഥം എല്ലാം ബ്രഹ്മമാണ്. ഈ ബ്രഹ്മത്തിനകത്ത് തന്നെ നമ്മൾ ആ ബ്രഹ്മത്തെയാണ് കഴിക്കുന്നത്, ആ ബ്രഹ്മത്തിലേക്കാണ് നമ്മൾ ലയിക്കുന്നത്, ബ്രഹ്മമായി തന്നെയാണ് നമ്മൾ നിലകൊള്ളുന്നത്, അതിലടങ്ങിയിരിക്കുന്നതും അതേ ബ്രഹ്മമാണ്. ഇനി ബ്രഹ്മം എന്താണെന്നാണ് നമ്മളൊന്ന് പ്രതിപാദിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഞാൻ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ ഒരു ഓറഞ്ച് എടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് തത്വം ഗ്രഹിക്കാനുള്ള ഒരു എക്സാമ്പിളാണ് പറയുന്നത്. ഒരു ഓറഞ്ച് എടുക്കുകയാണെങ്കിൽ അതിലെ മണമുള്ള ഭാഗം, ആ മണം ആണ് എന്ത്? അതിലെ ഭൂമി തത്വം. അതിൻ്റെ ടേസ്റ്റ് ആണ് അതിൻ്റെ ജലതത്വം. അതിൻ്റെ കളർ, ആ ഓറഞ്ചിൻ്റെ കളറാണ് അതിലെ അഗ്നിതത്വം. അതിനകത്തുള്ള കളറും അതിൻ്റെ അഗ്നിതത്വം തന്നെയാണ്. അതുപോലെ അതിനകത്ത് പിന്നെയുള്ളത് ആവശ്യത്തിന് സ്പേസുമുണ്ട്, വായുവുമുണ്ട്. ഇങ്ങനെ 5 തത്വങ്ങളിലൂടെയാണ് ആ വസ്തു പ്രകാശിക്കപ്പെടുന്നത്. ഇതേ 5 തത്വമായിട്ടാണ് നമ്മളുടെ ശരീരം രൂപാന്തരപ്പെട്ടിരിക്കുന്നത്. ഇതേ 5 തത്വത്തെ ഉൾക്കൊള്ളുന്നതാണ് ഈ പ്രപഞ്ചം. ഇതേ 5 തത്വത്തെയാണ് നമ്മൾ ഭക്ഷിക്കുന്നത്. ഇതേ 5 തത്വത്തിലേക്കാണ് നമ്മൾ ലയിക്കപ്പെടുന്നത് എന്നാണ് ഈ വാക്യത്തിൻ്റെ സാരാംശം. അപ്പോൾ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഈ 5 തത്വം ഉൾക്കൊള്ളുന്നത് എന്തോ അത് ബ്രഹ്മമാണ്. അങ്ങനെ ഇല്ലാത്ത ഒന്നും തന്നെയില്ല എന്നുള്ളതാണ് വാസ്തവം. ഏതൊരു പദാർത്ഥം എടുത്താലും അതിലെ ജലതത്വവും ഭൂമി തത്വവും അഗ്നിതത്വവും വായു തത്വവും ആകാശതത്വവും അതിൽ പൂർണ്ണമായിട്ടും അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ തത്വങ്ങളിലെ അനുപാതത്തിന് അനുസരിച്ച് അതിൽ വ്യതിയാനം സംഭവിച്ചുകൊണ്ട് അത് വ്യത്യസ്തമായിരിക്കുന്നു എന്ന് മാത്രം. ഈ തത്വം ഉൾക്കൊള്ളാത്ത ഒന്നും തന്നെയില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ആഹാരാദി കാര്യങ്ങളിലും വ്യവഹാരാദി കാര്യങ്ങളിലുമെല്ലാം എല്ലാത്തിലും ഒരു ബിസിനസ് വൽകൃത ലോകമാണ് നമ്മളെ നയിക്കപ്പെടുന്നത്. അത്തരം ആളുകളുടെ പ്രചണ്ഡമായ ആവശ്യങ്ങളും അവരുടെ നിക്ഷിപ്ത താല്പര്യത്തിനും അടിമകളായിരുന്നു കൊണ്ടാണ് നമ്മൾ ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. പരസ്യങ്ങളിലൂടെ നമ്മൾ ഭക്ഷണത്തിലേക്ക് ആകൃഷ്ടരാകുന്നു. അതുപോലെ പ്രോണോഗ്രാഫി പോലെയുള്ള ചാനലുകളിലൂടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ലൈംഗിക വൈകൃതത്തിന് അടിമപ്പെടുന്നത്. ഇതുപോലെ തന്നെ ഭയത്തിനടിമപ്പെടുത്തുന്ന ഇഷ്ടംപോലെ സംഭവവികാസങ്ങളെ ഉണർത്തിക്കൊണ്ടാണ് ലോകം ഇന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. പണ്ട് കാലത്ത് രോഗം വന്ന വ്യക്തിയോട് രോഗത്തെക്കുറിച്ച് പ്രതിപാദിക്കുകയോ ആ രോഗിയിൽ ഒരു ഭയം കൂടുതൽ ഉണർത്തുന്ന രീതിയിൽ സംസാരിക്കുകയോ ചെയ്യാൻ ഇഷ്ടപ്പെടാതിരുന്നവരായിരുന്നു അന്നത്തെ വൈദ്യന്മാരിൽ അധികവും. കാരണം ഈ ഭയം എന്ന ചോദനയെ ഉണർത്തുന്നതുകൂടി തന്നെ അയാൾ കൂടുതൽ രോഗാതുരനാവുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ കാലത്ത് ഒരു രോഗിക്ക് ഡോക്ടറെക്കാളും കൂടുതൽ അറിവാണ് രോഗത്തെക്കുറിച്ച്. ഒരു രോഗത്തെക്കുറിച്ച് ഒരു വ്യക്തി ഓരോ ദിവസവും കൂടുതൽ ആകുലപ്പെടുകയും രോഗത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണ ഉത്സുകത്തോടുകൂടി സംസാരിക്കുകയും ഞാൻ രോഗിയാണെന്നുള്ള അവബോധം ഉള്ളിൽ ജനിപ്പിക്കുകയും അതിനുവേണ്ടി സ്വയം ശരീരം തയ്യാറെടുപ്പുകൾ നടത്തുകയും
അതിലൂടെ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുകയും അതിലൂടെ ലഭിക്കുന്ന ഔദാര്യവും അതിലൂടെ ലഭിക്കുന്ന സഹായങ്ങളും മറ്റുള്ളവരുടെ അനുകമ്പയും പിടിച്ചു പറ്റി അതിലൂടെ ഒരു തരത്തിൽ ജീവിതം ഒരു ക്രിയയ്ക്കും വിധേയമാക്കാതെ ജീവിക്കാൻ പ്രേരിപ്പിക്കപ്പെടുന്ന ഒരു തമോ ഗുണമുള്ള മനസ്സിനടിമയാകുന്ന വ്യക്തി ഒരിക്കലും തൻ്റെ രോഗം മാറാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഈ തമോ ഗുണം മാറുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ എന്താണ് പോസിറ്റീവ് എനർജി, എന്താണ് നെഗറ്റീവ് എനർജി എന്ന് നമ്മൾ പഠിക്കണം. ആദ്യം തന്നെ നെഗറ്റീവ് എനർജി എന്ന് പറയുന്ന എനർജി ഇല്ല സത്യത്തിൽ. പക്ഷെ നമ്മളുടെ സൗരയൂഥ മണ്ഡലം നാഭി പ്രദേശമായതുകൊണ്ട് അതിനടുത്തുള്ള എല്ലാ ഓർഗൻസും അതിൽ നിന്നുള്ള എനർജി എടുക്കുകയും അത് വേഗം അത്യധികം താല്പര്യത്തോടു കൂടി എപ്പോഴും സദാ ആക്റ്റീവായിരിക്കുന്നതോടുകൂടി അവിടെ തന്നെയുള്ള സ്ട്രെസ് ഹോർമോൺ ഉണ്ടാക്കുന്ന അഡ്രിനാൽ ഗ്ലാൻഡും ആക്റ്റീവായിരിക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ ഒരു ചിന്തകളിലെല്ലാം ഒരു ഭാരം അനുഭവപ്പെടുകയും നമ്മൾ ഇതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലൂടെ ആക്ഷനുകളിലൂടെ ഉണ്ടാകുന്ന റിയാക്ഷനുകൾ നമ്മുടെ ശരീരത്തിൽ തന്നെ അബ്സോർബ് ആവുകയും ഇത് നമ്മളുടെ അഗ്നിയുടെ പ്രസരണം അല്ലെങ്കിൽ ലൈറ്റ് പ്രകാശിപ്പിക്കാതിരിക്കുകയും നമ്മൾ അതിനകത്ത് തന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഈ നിത്യവും അഗ്നിയെ ഉണർത്തുന്നതിന് നമ്മൾ എങ്ങനെയാണ് അഗ്നിയെ ഉണർത്തുന്നത്? പുറത്തൊരു തീയിട്ടു, ഒട്ടും വായു സഞ്ചാരമില്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ തീയിട്ട് കഴിഞ്ഞാൽ തീ ഒരിക്കലും ആളിപ്പടരുകയില്ല. ആളിപ്പടരാതിരിക്കുന്നത് അവിടെ ആവശ്യത്തിന് വായു ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പം നമ്മളുടെ നാഭി പ്രദേശത്ത് പരമാവധി വായു സഞ്ചാരം എങ്ങനെ എത്തിക്കാം? അഗ്നിയെ ആ അഗ്നി പോയിന്റിൽ തന്നെ ഉണർത്തിയെടുത്തു കഴിഞ്ഞാൽ നമ്മളത് പ്രകാശിക്കാൻ തുടങ്ങുകയും പ്രകാശിക്കും തോറും നമ്മൾക്ക് ഒരു ഉണർവ് ലഭിക്കുകയും ചെയ്യും. ഒരു ഉണർവ് ലഭിച്ച് ആ ഉണർവിൻ്റെ പ്രകാശം രാവിലെ ഉണർത്തി നിർത്തി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഏകദേശം ആ ഉണർവോടുകൂടി നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും. പിറ്റേ ദിവസവും നമ്മൾ ഇതേ പ്രവൃത്തി പുനരാരംഭിക്കണം. അങ്ങനെ നിത്യവും നമ്മൾ ഈ പ്രവൃത്തി ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ഈ വാസനകളിൽ നിന്ന് മോചിതനാവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മളുടെ സ്ട്രെസ് ഹോർമോൺ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സ്ട്രെസ്സുകളെല്ലാം ഇതൊരു ഡാർക്ക് എനർജി, ഹെവി എനർജി ആയിട്ട് നമ്മളുടെ ശരീരവാസകളിൽ രൂപാന്തരപ്പെട്ട് ഒരു കട്ടിയായിട്ടുള്ള ഒരു പ്രതലമായിട്ട് ഒരു ആവരണം പോലെ ഒരു ക്ലൗഡി ആയിട്ടുള്ള ഒരു അന്തരീക്ഷം ശരീരത്തിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഇത് വേണ്ട വിധം നമ്മളുടെ ബോധതലങ്ങളെയും ക്രിയാപദ്ധതികളിലെയും പ്രകാശിപ്പിക്കാതിരിക്കുകയും നമ്മൾ ഒരു ആലസ്യത്തിലേക്ക്, ഒരു മയക്കത്തിലേക്ക്, ഒരു മടിയിലേക്ക്, ഒരു പാസ്റ്റിലേക്ക് അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറിലേക്ക് ദിവാസ്വപ്നം കണ്ടുകൊണ്ട് തള്ളി നീക്കുകയും ചെയ്യും. മറിച്ച് നമ്മളുടെ ഇതേ ലൈറ്റ്, ഈ ഡാർക്ക്നെസ്സിനെ പൊട്ടിക്കുന്ന തരത്തിൽ നമ്മൾ ഇതേ ലൈറ്റ് എല്ലായിടത്തും പ്രകാശിപ്പിക്കുമ്പോൾ നമ്മൾ ക്രയശേഷിയുള്ളവരാവുകയും കൂടുതൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുകയും നമ്മൾ ആ ഫ്രഷ്നെസ്സോട് കൂടി ഇരിക്കുന്ന ആ സമയമാണ് നമ്മളുടെ ഹാപ്പിനെസ് ആയിട്ടുള്ളൊരു സമയം. അപ്പോൾ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ലിവ് അറ്റ് ദ പ്രസൻറ്റ് മൊമെൻ്റ് എന്നാണ്. ലിവ് അറ്റ് ദ പ്രസൻറ്റ് മൊമെൻ്റ് എങ്ങനെ സംജാതമാകും? നമ്മൾ കൂടുതൽ ഇഷ്ടത്തോടു കൂടി, കൂടുതൽ താല്പര്യത്തോടു കൂടി, കൂടുതൽ ആവേശത്തോടു കൂടി നമ്മൾ എന്തെങ്കിലും പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന ഒരു സമയം മാത്രമാണ് നമ്മളുടെ പോസിറ്റിവിറ്റി ഉള്ളത്. അതുകൊണ്ടാണ് ബൈബിളിൽ ഇപ്പോൾ ഒരു വാചകം പറയുന്നത്, വെറുതെ ഇരിക്കുന്നവൻ്റെ മനസ്സ് ചെകുത്താൻ്റെ പണിപ്പുരയിലായിരിക്കും. അത് വെറുതെ ഇരിക്കുമ്പോൾ അവൻ ഇവിടെയാണ്, ഈ വയറിനകത്ത് ഈ തരം ഭാഗത്ത് മാത്രം അവൻ പ്രവർത്തിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഈ ക്രയശേഷി നഷ്ടപ്പെടുകയും ഇവൻ ആഹാരം, നിദ്ര, ഭയം, മൈഥുനം ഇത്യാദി കാര്യങ്ങളെ കൊണ്ട് മാത്രം ജീവിക്കാൻ പ്രേരിപ്പിക്കപ്പെടുന്നു. അതിലെ ഭയം എന്ന സംഗതിയെ വേണ്ട വിധം നിയന്ത്രിക്കാനാവാതെ വരുമ്പോൾ അവൻ പതിയെ രോഗാതുരനായി മാറുന്നു. ഇത്തരം ആവാസ വ്യവസ്ഥയിൽ കഴിയുന്ന മനുഷ്യനെ പരമാവധി ചൂഷണം ചെയ്യുന്ന സാമൂഹ്യ വ്യവസ്ഥിതിയും കൂടിയാകുമ്പോൾ
അതിലേക്ക് നയിക്കപ്പെടാനുള്ള സാധ്യത 90% അധികമാണ്. ഭക്ഷണം തന്നെ ഇപ്പോൾ അതിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്ത് പോയി അത് വികൃതമാക്കിയിട്ടാണ് മനുഷ്യ കഴിക്കുന്നത്. അതിനെ അവൻ്റെ കാലാവസ്ഥയ്ക്ക് അനുസൃതമായ രീതിയിൽ എപ്പോഴാണ് അവൻ്റെ കാലാവസ്ഥ വ്യതിയാനം വരുന്നത്, ആ കാലാവസ്ഥ വ്യതിയാനം സീസൺ അനുസരിച്ചുള്ള ഭക്ഷണ രീതികളിലേക്ക് അവൻ എന്നാണ് മുഴുകുന്നത് അന്ന് മാത്രമേ അവന് ആരോഗ്യമുണ്ടാവുകയുള്ളൂ. ചക്ക സീസൺ ആയി കഴിഞ്ഞാൽ ചക്ക കഴിക്കണം. അതുപോലെ ഫ്രൂട്ട്സ് നിത്യം വിളയുന്ന ഫ്രൂട്ട്സുകൾ നിത്യം കഴിക്കണം. കാലാവസ്ഥയ്ക്ക് അനുസൃതമല്ലാത്ത രീതിയിലാണ് മിക്ക ആളുകളും ഭക്ഷണം കഴിക്കുന്നത്. അതുകൊണ്ടുണ്ടാക്കുന്ന രോഗങ്ങളാണ് ഒട്ടുമിക്ക രോഗങ്ങളും അതിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് വീണ്ടും പ്രതിപാദിക്കാം. നന്ദി, നമസ്കാരം.